നമ്മുടെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ പ്രശ്നം സജീവമായി ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ കുറേയേറെ അതിനെ സംബന്ധിച്ച് ധാരണകൾ വന്നിട്ടുണ്ട്. അപ്പം അത് സംബന്ധിച്ച് ഇന്നത്തെ ചില പ്രമുഖ പത്രങ്ങളിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പറ്റിയുള്ള ചില ഫയലുകൾ നീങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അല്ലെങ്കിൽ അത് മുഴുവൻ എന്തോ ഇടതുപക്ഷം തുടങ്ങി വെച്ചതാണെന്നുള്ള തരത്തിലേക്ക് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഈ പറയുന്ന ബക്കാടി എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഇന്ന കമ്പനി എന്നുള്ളതല്ല, അത് പുതിയൊരു മേഖലയിലേക്ക് മദ്യം വരുന്നു എന്നുള്ളത് വേറൊരു കാറ്റഗറി ആളുകൾ ലൈറ്റായിട്ടുള്ള മദ്യമാണെന്ന് കരുതാത്ത തരത്തിൽ ഇത് കുടിക്കുന്ന ഒരു സംഭവമായി വരുമെന്നുള്ളത് കൊണ്ട് അതിന് ടാക്സ് ഫിക്സ് ചെയ്ത് വിൽക്കാനായി അനുവദിക്കാതിരുന്നതാണ്. അപ്പം അത് സംബന്ധിച്ച് വലിയ തോതിൽ മദ്യത്തിൻ്റെ വ്യാപനം വരും. ടാക്സ് സംബന്ധിച്ച് വരുമാനം സംബന്ധിച്ച് വരുന്ന കമ്പനികൾക്ക് വലിയ ബെനിഫിറ്റ് വരും. ഇത്തരം പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് കൊടുക്കാതിരുന്നത്. അപ്പോൾ നേരത്തെ കുറേ വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെൻറ് എന്തൊക്കെയാണ് വീര്യം കുറഞ്ഞ മദ്യം തുടങ്ങിയത് കാറ്റഗറൈസ് ചെയ്ത് അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിലുണ്ട്. റെക്കോർഡിൽ ഓരോന്നിനെ സംബന്ധിച്ചും അഭിപ്രായങ്ങളുണ്ടാവും. ഡെഫിനിഷൻ ക്ലോസിനകത്ത് ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഡെഫിനിഷൻ ക്ലോസിനകത്ത് ഡെഫിനിഷൻ വരികയും കാര്യങ്ങൾ ഇന്നതാണ് വീര്യം കുറഞ്ഞത്, ഇന്നതാണ് വീര്യം കൂടിയത് എന്നൊരു, അല്ലെങ്കിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ഇന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ടാക്സ് നിശ്ചയിച്ചാൽ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റൂ. അങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ടാക്സ് നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ കമ്പോളത്തിലേക്ക് വരാതിരുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം. ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോർട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി UDF-നകത്ത് ഇത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അങ്ങനെ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവനകൾ, വസ്തുതയല്ലാത്ത കാര്യങ്ങൾ തൻ്റെ ആർഗ്യുമെൻ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. പക്ഷേ അങ്ങനെ ചെയ്യുന്നൊരു ശീലമാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ട് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിയമം നിർമ്മിക്കാനായിട്ട് ബില്ലുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം ഉൾപ്പെടുത്തും. എന്നിട്ട് UDF-ൻ്റെ നേതാക്കന്മാർ പലരും പറയുന്നത്, കോൺഗ്രസിൻ്റെ മന്ത്രിമാർ തന്നെ അല്ലെങ്കിൽ UDF-ൻ്റെ മന്ത്രിമാർ തന്നെ പറയുന്നത്, ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ നടപ്പിലാക്കുള്ളൂ, ഞങ്ങൾ നയമെടുത്തിട്ടേ നടപ്പിലാക്കുള്ളൂ എന്ന് എക്സൈസ് മന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, അസംബ്ലിയിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് ഗവർണറുടെ അസെൻറ്റിന് പോകും, അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആവും. പിന്നെ അതിനകത്ത് വലിയ സാങ്കേതിക കാര്യമൊന്നുമില്ല ഇത് നടപ്പിലാക്കുന്നതിന്, വിൽക്കുന്നതിന്. അപ്പോൾ അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചർച്ചയ്ക്ക് പ്രസക്തി? ആ ചർച്ച UDF-നകത്ത് നടക്കുന്നതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ചർച്ച നടക്കുന്നതിനെ പറ്റിയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ നേരത്തെ തന്നെ LDF-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്, പക്ഷേ വിൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല. വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നേരത്തെ ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നതല്ലോ. അവർ തന്നെ പറയുന്നു 3 വർഷം 4 വർഷമായിട്ട് ഇത് LDF-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഫയൽ വന്നു, മാർക്കറ്റിൽ വന്നില്ല. മാർക്കറ്റിൽ വരാതിരുന്നത് മാർക്കറ്റിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇതിന് നികുതി നിശ്ചയിക്കാതിരുന്നത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. പ്രമുഖമായ 2 പത്രങ്ങൾ ഇന്ന് ഈ വാദം ശക്തിപ്പെടുത്തി ഈ മദ്യം വന്നോട്ടെ എന്ന, അല്ലെങ്കിൽ മദ്യം ഇവർ വന്നുകൊണ്ടതിനകത്ത് കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നത്. അങ്ങനെ 3 വർഷമോ 4 വർഷമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നികുതി ഞങ്ങൾ നിശ്ചയിക്കാതിരുന്നതാണ്. അത് ഞങ്ങൾ നികുതി നിശ്ചയിക്കുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞിരുന്നു. വലിയ അഴിമതി നടക്കാൻ പോവുകയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു, പിന്നെ ചില വലിയ കുത്തക കമ്പനികൾക്ക്, മദ്യ കമ്പനികൾക്ക് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരമെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെപ്പറ്റി അറിയാം.
അങ്ങനെയൊക്കെ നികുതി നിശ്ചയിച്ചാലുണ്ടാവുന്ന അപകടങ്ങളെപ്പറ്റി അറിയാം. അദ്ദേഹമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്തത്. എന്നിട്ട് UDF ചർച്ച ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കൂ എന്ന് പറയുന്നതിന് വിരുദ്ധമായി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയി. കാരണം എറിഞ്ഞ കല്ല് പോലെ തന്നെയാണ്, പിന്നെ കയ്യിൽ നിന്ന് പോയല്ലോ. എറിഞ്ഞ കല്ല് പോലെയാണ്. നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും എന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റില്ല.